എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു റീഫ്രഷ്മെൻറ്റ് ഡ്രിങ്ക് ആയിട്ടാണ്. ചൂട് കാലാവസ്ഥയിൽ നമ്മുടെ ശരീരം തണുക്കാൻ പണ്ടുകാലം തൊട്ടേ കുടിച്ചു വന്നിരുന്ന ഒരു നാടൻ ഡ്രിങ്കാണിത്. സദ്യയൊക്കെ കഴിച്ച് അവസാനം നമ്മുടെ കൈക്കുമ്പിളിലേക്ക് കുറച്ച് സംഭാരം ഒഴിച്ച് കുടിച്ച് ബാക്കി ചോറിലേക്ക് ഒഴിച്ച് കഴിക്കുവാൻ നല്ല ടേസ്റ്റാണല്ലേ. അല്ലെങ്കിൽ പുറത്തൊക്കെ പോയി വെയിലൊക്കെ കൊണ്ട് വീട്ടിൽ വരുമ്പോൾ നല്ല തണുത്ത സംഭാരം കിട്ടിയാൽ എങ്ങനെയിരിക്കും? അപ്പോൾ നമുക്ക് സംഭാരം അല്ലെങ്കിൽ മോരും വെള്ളം എങ്ങനെ തയ്യാറാക്കുന്നു എന്ന് നോക്കാം. അതിനായി കുറച്ച് ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്കത് നോക്കാം. 3/4 കപ്പ് തൈര്. ഇവിടെ ഞാൻ നല്ല പുളിയുള്ള തൈരാണ് എടുത്തിരിക്കുന്നത്. വലിയ പുളിയില്ലാത്ത തൈരാണെങ്കിൽ നിങ്ങൾക്ക് 1 കപ്പ് എടുക്കാം. അടുത്തതായി 5 കാന്താരി മുളക് ചതച്ചത്. കാന്താരിക്ക് പകരം പച്ചമുളകാണ് കിട്ടുന്നതെങ്കിൽ 2 എണ്ണം മതിയാകും. 2 തണ്ട് കറിവേപ്പില, 4 ചെറിയ ഉള്ളി ചതച്ചത്, 2 ഇഞ്ച് വലിപ്പമുള്ള ഇഞ്ചി ചതച്ചത്, 1 അല്ലെങ്കിൽ 2 നാരകത്തിൻ്റെ ഇല കൂടി കിട്ടുന്നവർ ചേർത്ത് കൊടുക്കാം. ഇത് തികച്ചും ഓപ്ഷണലാണ്. നാരകത്തിൻ്റെ ഇല ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ഒരു ടേസ്റ്റും മണവും കിട്ടും. ഇനിയൊരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന തൈര് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 4 കപ്പ് തണുത്ത വെള്ളവും ചേർത്ത് ഒന്ന് അടിച്ചെടുക്കാം. നേരത്തെ ചതച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്ന ഇഞ്ചിയും ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കാന്താരിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്ത് ഇളക്കി യോജിപ്പിക്കാം. ഈ സമയം നമുക്ക് ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. തൈരിൻ്റെ പുളിപ്പ് അനുസരിച്ച് ഉപ്പിൻ്റെ അളവിലും വ്യത്യാസം വരും. ഈ സമയം ഉപ്പ് കുറവാണെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ഇളക്കി വേണമെങ്കിൽ നമുക്ക് എടുക്കാം. എന്നാൽ ഇതൊന്നുകൂടി മിക്സിയിൽ അടിച്ചെടുത്താൽ ആ കാന്താരിയുടെയും ഇഞ്ചിയുടെയും എല്ലാം ടേസ്റ്റ് പെട്ടെന്ന് ഇതിലേക്ക് ഇറങ്ങും. ഞാനിത് ഒന്നുകൂടെ അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ സംഭാരം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സെർവിങ് ഗ്ലാസ്സിൽ ഒഴിച്ച് കൂടെ ഡെക്കറേഷനായിട്ട് 2 പുതിനയില കൂടി വെച്ച് കൊടുത്ത് നല്ല തണുപ്പോടെ തന്നെ സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ശരീരത്തിനെ തണുപ്പിക്കുവാനുള്ള നമ്മുടെ റീഫ്രഷ്മെൻറ്റ് ഡ്രിങ്ക് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി അയച്ചു കൊടുക്കൂ. മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്